1980-ൽ കാറുകളിലേക്ക് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയതോടുകൂടി ഇഗ്നിഷൻ സിസ്റ്റം വളരെയധികം അഡ്വാൻസ്ഡ് ആയി. ഡിസ്ട്രിബ്യൂട്ടർ ഉപയോഗിച്ച് ഓരോ സിലിണ്ടറിലേക്കും സ്പാർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം 2 സിലിണ്ടറിന് ഒരു ഇഗ്നിഷൻ കോയിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. വേസ്റ്റഡ് സ്പാർക്ക് ഇഗ്നിഷൻ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ, ECU അഥവാ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്, കോയിൽ പാക്ക്, സ്പാർക്ക് പ്ലഗ് എന്നിവയാണ് ഉണ്ടായിരുന്നത്. ക്രാങ്ക് സെൻസർ ക്രാങ്കിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് സെൻസ് ചെയ്ത് ECUവിന് പറഞ്ഞു കൊടുക്കും. സെൻസറിൽ നിന്ന് വരുന്ന സിഗ്നൽ ചെക്ക് ചെയ്ത് ECU ഏത് സിലിണ്ടറിലേക്കാണോ സ്പാർക്ക് കൊടുക്കേണ്ടത് ആ സിലിണ്ടറിലെ കോയിൽ പാക്കിലേക്ക് സപ്ലൈ കൊടുക്കും. കോയിൽ പാക്കിലേക്ക് സപ്ലൈ കിട്ടുമ്പോൾ കോയിൽ പാക്ക് ഒരേ സമയം 2 സിലിണ്ടറിലേക്ക് സ്പാർക്ക് കൊടുക്കും. ഒരു സിലിണ്ടർ കംപ്രഷൻ സ്റ്റോക്കിലും മറ്റേ സിലിണ്ടർ എക്സോസ്റ്റ് സ്റ്റോക്കിലും ഇരിക്കുമ്പോഴാണ് ഈ സ്പാർക്ക് കൊടുക്കുന്നത്. കംപ്രഷൻ സ്റ്റോക്കിൽ ഇരിക്കുന്ന സിലിണ്ടറിൽ ഈ സ്പാർക്ക് ഫ്യൂവലിനെ ഇഗ്നേറ്റ് ചെയ്യിക്കുകയും എക്സോസ്റ്റ് സ്റ്റോക്കിൽ ഇരിക്കുന്ന സിലിണ്ടറിൽ ഈ സ്പാർക്ക് വേസ്റ്റായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ വേസ്റ്റഡ് സ്പാർക്ക് ഇഗ്നിഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്.